അപ്പോൾ പ്രിയപ്പെട്ടവരെ, വടക്കൻ കേരളത്തിൽ കനത്ത മഴയാണ്. വയനാട്ടിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ. മേപ്പാടി പഞ്ചായത്ത് പരിധിയിൽ ആശങ്കയായി മഴ തുടരുന്നുണ്ട്. ഇതിനിടെ 8, 9, 10, 11, 12 വാർഡിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകി. നീരവിൽ പുഴയിൽ 100 മില്ലിമീറ്ററും ലക്കിടിയിൽ 108 മില്ലിമീറ്ററും മഴ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, മഴയ്ക്ക് അല്പമെങ്കിലും ശമനമുണ്ടോ? മഴ തുടരുകയാണോ? എത്ര മണിക്കൂറായി മഴ തുടരുന്നു വയനാട് മേപ്പാടി ഭാഗത്തേക്ക്? അരുൺകുമാർ, ഇന്നലെ രാത്രി മുതൽ വയനാട്ടിൽ പലയിടങ്ങളിലും കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇടവിട്ട് പലയിടങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിൽ വൈത്തിരി മേഖലയിൽ, പ്രത്യേകിച്ച് ചൂരൽമല, മേപ്പാടി, വൈത്തിരി, ലക്കിടി ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും അധികം മഴ ഇന്നലെ രാത്രി മുതൽ ലഭിക്കുന്നത്. അവിടെയൊക്കെ തന്നെ 100 മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴ എത്തിയിട്ടുണ്ട്. അതായത് അതിതീവ്ര മഴ എന്നുള്ള രീതിയിലേക്ക് മഴയുടെ അളവ് പോകുന്നു എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം നോക്കിക്കാണുന്നത്. മേപ്പാടി, പ്രത്യേകിച്ച് ചൂരൽമലയുടെ ഭാഗത്ത് ഏറ്റവും മഴ കൂടുതലായതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള 5 വാർഡുകൾക്കാണ് മേപ്പാടി പഞ്ചായത്തിൽ സ്കൂളുകൾക്ക് ഉള്ള കുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 8, 9, 10, 11, 12, അതായത് നേരത്തെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല എന്നീ വാർഡുകൾ ഉൾപ്പെടുന്ന 3 വാർഡുകൾ, അതോടൊപ്പം താഞ്ഞിലോട്, പുത്തുമല എന്നീ 2 വാർഡുകൾ ഉൾപ്പെടെ 5 വാർഡുകളിലുള്ള വിദ്യാർത്ഥികൾക്ക്, മേപ്പാടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം വയനാടിന്റെ പല മേഖലകളിൽ, പ്രത്യേകിച്ച് തെക്കൻ മേഖലകളിലാണ് ഇന്നലെ മുതൽ പലയിടങ്ങളിലും കനത്ത മഴയുള്ളത്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. 2 ഡാമുകളിൽ, അതായത് ബാണാസുര ഡാമിലും കാരാപ്പുഴ ഡാമുകളിലും വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡാമിലെ ജലനിരപ്പ് ഉയർന്നില്ല. ആ ഒരു കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ വയനാട് കബനി നദിക്ക് അടുത്തുള്ള സ്ഥലമാണ്, കൃഷിയിടങ്ങളുള്ള സ്ഥലമാണ്. ഇന്നലെ പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ വലിയൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത് ആശങ്കപ്പെടേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കൃത്യമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ വയനാട്ടിൽ യെല്ലോ അലർട്ടാണ് ഇപ്പോൾ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെയൊക്കെ വേഗത്തിൽ അടിച്ചു വീശുന്ന കാറ്റും ഇടയ്ക്കിടെ ശക്തമാകുന്ന മിന്നലും പ്രധാനമായി വെല്ലുവിളി ഉയർത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. അതനുസരിച്ച് വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ പോകുന്നു. പുഴകളിലും ഒപ്പം ജലാശയങ്ങളിലും ഇറങ്ങരുത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട രീതിയിൽ മഴയുടെ അളവ് എത്തിയിട്ടില്ല. പക്ഷേ 24 മണിക്കൂറിനകം തന്നെ അതിതീവ്ര മഴയിലേക്കൊക്കെ പോകുമ്പോഴാണ് കാര്യങ്ങൾ പിന്നീട് കൂടുതൽ വിവരങ്ങൾ നൽകി. ദീപക്കാണ് മേപ്പാടിയിൽ വയനാട് ഒരു മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. വയനാട്ടിൽ എപ്പോൾ മഴ പെയ്താലും ഒന്നുകിൽ ഒരു വെള്ളക്കെട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ണിടിച്ചിലൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഭയമായി വരിക. പ്രത്യേകിച്ച് മേപ്പാടി ഭാഗത്ത് മഴ ഇങ്ങനെ നിന്ന് പെയ്യുമ്പോഴേ